കെട്ടിയിട്ട് നിലത്ത് പായ വിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചാക്ക് ഇട്ടുകൊണ്ട് അവിടെയായിരുന്നു ഇരിക്കാൻ പറഞ്ഞത്. മറ്റുള്ള കുട്ടികളൊക്കെ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ BR അംബേദ്കർ നിലത്തിരുന്ന് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കുട്ടി അച്ഛനോട് പറഞ്ഞപ്പോ, പേടിക്കേണ്ട മകനെ, നിനക്ക് ഇതിനേക്കാൾ വലിയ സ്ഥാനത്തേക്ക്, ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് നിനക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയാണ് BR അംബേദ്കർ പിന്നീട് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നത്. ഒരുപാട് ആളുകൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഇന്ത്യ വിടുകയും ഗാന്ധിജി ഇവിടെ സ്ഥിരപ്പെടുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യ മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരെ എങ്ങനെയെങ്കിലും വകവരുത്തിയിട്ട് വേണം ഇവിടുന്ന് ഉന്മൂലനം ചെയ്തിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ കഴിയുകയുള്ളൂ എന്ന് സുഭാഷ് ചന്ദ്രബോസ് നിയമം. പക്ഷേ ഗാന്ധിജി പറഞ്ഞത് അതൊന്നും വേണ്ട, ഹിംസയല്ല നമ്മുടെ മാർഗം, അഹിംസയാണ് എന്നതിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് ഗാന്ധിജി ചെയ്തത്. ഗാന്ധിജി സ്വാതന്ത്ര്യത്തിന് ഒരു അവസാന വാക്കാണ് എന്ന് മാത്രമാണുള്ളത്. പക്ഷേ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളും 100-ൽ 70% ആളുകളും ഇന്ത്യൻ മുസ്ലിംസ് ആണ്, മുസ്ലിമുകളായ ഇന്ത്യക്കാരാണ്. നമ്മളൊക്കെ അഭിമാനം കൊള്ളും, ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും വി ദ മുസ്ലിം ഓഫ് ഇന്ത്യ, വി ആർ ദ മുസ്ലിംസ് ഓഫ് ഇന്ത്യ. ഞങ്ങളൊക്കെ വി ആർ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ മുസ്ലിം. ഞങ്ങളൊക്കെ ഇന്ത്യൻ മുസൽമാനായതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയണം ഓരോരുത്തരും. നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ഇസ്ലാമിന്റെ വളർച്ചയിലൊക്കെ ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ചെയ്ത, അതിനുവേണ്ടി പോരാടിയ ആളുടെ പങ്ക് ഒരുപാടുണ്ട്. എന്ത് വന്നാലും വിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളൊക്കെ അവരെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടാവും, വല്യപ്പമാരുണ്ടാവും, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുകൾ, ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ആളുകൾ, ഗാന്ധിജി പല ഭാഗങ്ങളിലായി കേരളത്തിൽ വന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ വല്യപ്പന്മാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നപ്പോ നമ്മളൊക്കെ ഒരു ശക്തിയായി മുന്നോട്ട് പോവുകയും ബ്രിട്ടീഷ് ഇവിടെ പരാജയം സമ്മതിച്ചുകൊണ്ട് തോറ്റുകൊടുക്കുകയും ചെയ്തത്. ഇന്ന് ആ ഐക്യമില്ല, ഇന്ന് സ്വാതന്ത്ര്യമില്ല. ഇന്ത്യയിൽ മൗലികാവകാശം ധ്വംസിക്കപ്പെടുന്നു, മൗലിക കടമകൾ ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. ഇതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം, ഒരു മതേതരത്വമുണ്ട്. ഇന്ത്യ എന്ന രാജ്യം അതൊരു ഡെമോക്രാറ്റിക് ആണ്, സെക്യുലർ ആണ്, റിപ്പബ്ലിക് ആണ്. ഈ സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ മാത്രമേ ഇന്നുള്ളൂ. പക്ഷേ ഇന്ത്യ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളും സെക്യുലർ അല്ല. സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്നുള്ളതാണ്. എന്താണ് മതേതരത്വം? എന്റെ മതത്തെ, തന്റെ മതത്തിന്റെ ആരാധനകളും അവരുടെ ആചാരങ്ങളും അതനുഷ്ഠിച്ചുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും അതിലുപരി മറ്റുള്ളവരെയൊക്കെ ബഹുമാനിക്കാനുമുള്ള ഒരു ത്വരയാണ് സെക്യുലർ എന്ന് പറഞ്ഞാൽ, മതേതരത്വം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ അനുഭവിക്കുന്ന, ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വർഗീയ കലാപങ്ങൾ, ഇതൊക്കെ ഇന്ത്യയുടെ ഭാരതാംബയുടെ നെഞ്ചിലേക്കാണ് ഓരോരുത്തരും കുത്തിയിറക്കുന്നത്. അതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്.